Hi all, welcome to Competitive Cracker. 10th പ്ലസ് ITI ഉള്ള വയർമാനിലും ഇലക്ട്രീഷ്യനിലും ITI ഉള്ള ഉദ്യോഗാർത്ഥികളെല്ലാം കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് നമ്മുടെ KSEB ഇലക്ട്രിസിറ്റി വർക്കർ എന്ന് പറയുന്നത്. സോ ഈ ഒരു KSEB ഇലക്ട്രിസിറ്റി വർക്കറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് തൊഴിൽ വാർത്തയിലൂടെ ലഭ്യമായിരിക്കുകയാണ്. എന്താണ്? പരീക്ഷ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഉണ്ടാവാം എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയാണ് വരാനായിട്ട് പോകുന്നത്. പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നു, പെട്ടെന്ന് തന്നെ എന്തും വന്നു, നമുക്ക് പരീക്ഷയും വരാനായിട്ട് പോവുകയാണ്. സോ എല്ലാവരും ആഞ്ഞു പഠിച്ചോ, ഇനി അധിക ദിവസമില്ല. ഈ ഒരു പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് ഇനി മുമ്പിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിലവിൽ 985 ഒഴിവാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഈ 985 എന്നുള്ളത് ഒരു മിനിമം സംഖ്യയാണ്. അത് ഉറപ്പായിട്ടും 1000-നും 1500 ഈവൻ 2000 വരെ പോകാനുള്ള എല്ലാ ചാൻസും നമുക്ക് മുന്നിലുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സ്നിപ്പിൽ നിന്ന് പറയാനായിട്ട് പോവുകയാണ്. എന്താണ്? 29,363 പേരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് 14 ജില്ലകളിലായിട്ടുള്ള ഒരു ജില്ലാടിസ്ഥാനത്തിലുള്ള ഒരു എക്സാം ആണ് വരാനായിട്ട് പോകുന്നത്. മൊത്തം 30,000-നടുത്ത് ആപ്ലിക്കൻസ് ഉണ്ട്. അപ്പോൾ നിലവിൽ എത്ര പറയുന്ന പോലെ 985 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ ഇനിയും വേക്കൻസി കൂടാനായിട്ടുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇനി നമുക്ക് ജില്ലാടിസ്ഥാനത്തിലുള്ള അപേക്ഷകരുടെ എണ്ണം, അതോടൊപ്പം തന്നെ റിപ്പോർട്ട് ചെയ്തേക്കുന്ന വേക്കൻസികളുടെ എണ്ണം നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് ഉള്ളത് എവിടെയാണത്? കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയിൽ 3884ഓളം ആപ്ലിക്കൻസ് ഉണ്ട്. പക്ഷെ അവിടെ വേക്കൻസി വരുന്നത് 117 അവിടെ വേക്കൻസി വരുന്നത്. ഇനി തൊട്ട് പിന്നിലായിട്ട്, കോഴിക്കോടിന്റെ തൊട്ട് പിന്നിലായിട്ട് ആരുണ്ട്? തിരുവനന്തപുരം ഉണ്ട്. 3486 ആപ്ലിക്കൻസ് ആണ് തിരുവനന്തപുരത്തുള്ളത്. ഒരു പൊതുവേ ഉള്ള ഏതൊരു PSC പരീക്ഷയുടെ ട്രെൻഡ് തന്നെയാണ് തിരുവനന്തപുരത്തിന്റെ കാര്യത്തിലുള്ളത്. ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് ഉള്ളത് തിരുവനന്തപുരം ആയിരിക്കും. പക്ഷെ ഇവിടെ കുറച്ചുകൂടി കോഴിക്കോട് മേളിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേക്കൻസികളുടെ കാര്യം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ആരാണ്? 139 വേക്കൻസിയുമായിട്ട് ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള ജില്ല എന്ന് പറയുന്നത്. ഇടുക്കിയിലെ ആപ്ലിക്കൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1894 ആപ്ലിക്കൻസേ ഉള്ളൂ. പക്ഷേ 139 വേക്കൻസി അവിടെ ഉണ്ട്. സോ അവിടെ ചെറിയൊരു കോമ്പറ്റീഷൻ കുറവാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ആപ്ലിക്കൻസിന് എണ്ണം കുറവാണ്, വേക്കൻസിയും കൂടുതലാണ്. സോ അവിടെ കട്ട് ഓഫും എന്താ പറയാ താഴാനായിട്ടുള്ള ഒരു ചാൻസ് ആണ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു വേക്കൻസിയുടെ കാര്യത്തിൽ നമുക്ക് അന്തിമമായിട്ടില്ല. ഇനിയും വേക്കൻസി കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ കോഴിക്കോട് കുറച്ചുകൂടി വേക്കൻസി വരാം, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കുറച്ചുകൂടി വേക്കൻസി നമുക്ക് വരാം. അപ്പോൾ നിലവിലുള്ള സ്ഥിതി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കുറവ് ആപ്ലിക്കൻസും അതോടൊപ്പം തന്നെ കൂടുതൽ വേക്കൻസിയും എവിടെയുണ്ട്? ഇടുക്കി ജില്ലയിലുണ്ട്. സോ ഒരു പക്ഷേ, കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല, ഒരു പക്ഷേ ഇടുക്കി വെച്ചവർക്ക് ഇത്തിരി കോളടിക്കാനുള്ള ചാൻസും ഉണ്ട്. സോ മൊത്തം 29,363 985 അങ്ങനെയാണ് അതിന്റെ ആപ്ലിക്കേഷനും അതോടൊപ്പം തന്നെ വേക്കൻസി നമുക്കിവിടെ കാണിച്ചേക്കും. അപ്പോൾ പറഞ്ഞ പോലെ എന്താണ്, നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് ഈ ഒരു വർഷം തന്നെ, ഒരിക്കലും അടുത്ത വർഷം പോകില്ല, ഈ ഒരു വർഷം തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. KSEB വർക്കറിനെ സംബന്ധിച്ചോളം ഏപ്രിൽ തുടങ്ങിയതാണ്. പുതിയ ഒരു രണ്ടാമത്തെ ബാച്ച് കൂടി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 80 89 200 474 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങളെ പഠിപ്പിച്ച് ജോലിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതെ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിലേക്ക് പോകാനായിട്ട് പറ്റും. നമ്മൾ ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് ലഭ്യമാകാനായിട്ട് ഈ വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഒരു വാട്സപ്പ് ഗ്രൂപ്പാണത്. അപ്പോൾ നമ്മുടെ എല്ലാ അപ്ഡേഷൻസും നമുക്ക് ഈ ഒരു തസ്തികയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും അതോടൊപ്പം തന്നെ ടെക്നിക്കൽ PSC ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.